ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വസുന്ധര ആദ്യമാണ്. അങ്ങനെ അശ്വതിയെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ അവിടെയുള്ള നാട്ടുകാരിൽ ഒരാൾ പറയുകയാണ്, ഇന്നലെ രാത്രി രണ്ടാനച്ഛൻ്റെ ശല്യം വളരെ കൂടുതലായിരുന്നു. ആ കുട്ടിയെ നന്നായി അയാൾ ഉപദ്രവിച്ചു. അതിനുശേഷമാണ് അഭിരാമി അയാളെ വെട്ടിക്കൊന്നത്. ഇത് കേൾക്കുന്ന വസുന്ധരയും ആദിയും ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ്. അതേസമയം ആദി പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അഖിലും ശ്യാമയും. UK-യിൽ നിന്നും തിരിച്ചു വന്ന അരുൺ അശ്വതിയുടെ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല. അവള് നാട് വിട്ടുപോയി. അതുമാത്രമാ അവൻ അറിഞ്ഞത്. അപ്പോൾ നിങ്ങളാരും അശ്വതി ചേച്ചിയുടെ കാര്യം ഏട്ടനോട് പറഞ്ഞില്ലേ എന്ന് ശ്യാമ ചോദിക്കുമ്പോൾ ആദി പറയുകയാണ്, അവിടെ ഞാനും അമ്മയും അല്പം സ്വാർത്ഥരായിപ്പോയി. ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്ന ഒരു പെണ്ണിനെ അരുൺ ഇനി കാണണ്ടെന്ന് ഞങ്ങളങ്ങ് തീരുമാനിച്ചു. അരുണിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനായി ഞാനും അമ്മയും കൂടി തീരുമാനിച്ചതാ അരുണും ഐശ്വര്യയും തമ്മിലുള്ള വിവാഹം. തുടർന്ന് ശ്യാമ ചോദിക്കുകയാണ്, അമ്മ അന്ന് അവിടെ വെച്ച് അശ്വതി ചേച്ചിയുടെ രണ്ടാനച്ഛൻ്റെ ഫോട്ടോ കണ്ടെന്ന് പറഞ്ഞില്ലേ, അതിനെപ്പറ്റി ആദ്യേട്ടൻ പിന്നെ ചോദിച്ചില്ലേ? ഞാൻ ചോദിച്ചിരുന്നു, അമ്മ അതിനെപ്പറ്റിയൊന്നും പറഞ്ഞതുമില്ല. ഇനി നിങ്ങൾ രണ്ടാളും തന്നെ പറ, ഞാനും അമ്മയും ചേർന്നാണോ അവരുടെ രണ്ടിൻ്റെയും ജീവിതം തകർത്തത്? ഇനി എനിക്ക് നിങ്ങളോട് രണ്ടുപേരോടും ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ ഒരു വിധത്തിലുള്ള പ്രോത്സാഹനവും അരുണിനും അഭിരാമിക്കും കൊടുക്കരുത്. ഐശ്വര്യയുടെ കാര്യം നിങ്ങൾ ഓർക്കണം. ശ്യാമേ, രണ്ടാൾക്കും അത് ഓർമ്മ വേണമെന്ന് പറഞ്ഞ് ആദി അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ആദി പോയതിനു ശേഷം ശ്യാമ പറയുകയാണ്, സാർ, നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ അശ്വതി ചേച്ചിയെ കാണണം. തെറ്റിദ്ധാരണകളെല്ലാം തിരുത്തുകയും വേണം. താൻ പറഞ്ഞത് ശരിയാണെന്ന് അഖിലും പറയുന്നു. പിന്നീട് കാണിക്കുന്നത് അശ്വതിയുടെ അടുത്ത് ചെന്ന് കാര്യങ്ങളെല്ലാം ചോദിക്കുന്ന അഖിലിനെയും ശ്യാമയുമാണ്. ആദ്യേട്ടൻ പറഞ്ഞതെല്ലാം ശരി തന്നെയാ. അന്ന് രാത്രി ബഹളം കേട്ടിട്ടാ ഞാനും അമ്മയും എഴുന്നേറ്റത്. അപ്പോൾ കാണുന്നത് രണ്ടുപേര് ചേർന്ന് എൻ്റെ രണ്ടാനച്ഛനെ പിടിച്ച് കെട്ടിയിടുന്നതാണ്. അന്ന് അയാൾ മരിച്ചെന്ന് ഉറപ്പുവരുത്തിയിട്ടാ ആ ആക്രമികളെല്ലാം അവിടെ നിന്ന് പോയത്. വസുന്ധരയുടെ കുടുംബത്തിൽ ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ ഇതായിരിക്കും ഗതിയെന്ന് പറഞ്ഞിട്ടാ അവർ പോയത്. ആദ്യേട്ടൻ എന്തൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ശരി, വസുന്ധരാമ ആളെ വിട്ട് ചെയ്യിപ്പിച്ചതാ ആ കൊലപാതകം. എന്നിട്ട് ആ കുറ്റം എൻ്റെ തലയിലാക്കി എന്നെ ജയിലിലാക്കുകയും ചെയ്തു. അശ്വതി ചേച്ചി ഇങ്ങനെ ഉറപ്പ് പറയുമ്പോൾ എനിക്കിത് വിശ്വസിക്കാതിരിക്കാൻ സാധിക്കുന്നില്ലെന്ന് അഖിൽ പറയുന്നു. ഇത് കേൾക്കുന്ന ശ്യാമ പറയുകയാണ്, ചേച്ചി, അങ്ങനെ ഉറപ്പിക്കാൻ സാധിക്കില്ലല്ലോ. ഇതൊരു പക്ഷേ വേറെ ആരെങ്കിലും ചെയ്തിട്ട് വസുന്ധരാമയുടെ പേര് പറഞ്ഞതാണെങ്കിലോ? അതെ, അങ്ങനെയാകാനും സാധ്യതയുണ്ട്. പക്ഷേ ആരാ മറ്റൊരാള്? ആ ആൾക്ക് ഇങ്ങനെ മറഞ്ഞിരുന്നിട്ട് എന്ത് കിട്ടാൻ? ഇത് കേൾക്കുന്ന ശ്യാമ പറയുകയാണ്, നിങ്ങൾ പറയുന്നതും കാര്യമാണ്. പക്ഷേ വസുന്ധരാമയ്ക്ക് ഇത്രയും ക്രൂരയാകാനൊന്നും സാധിക്കില്ല. അതേസമയം അങ്ങോട്ടേക്ക് ഐശ്വര്യ വരികയാണ്. ഐശ്വര്യ കണ്ടയുടൻ തന്നെ അഖിലിനോടും ശ്യാമയോടും മാറി നിൽക്കാൻ പറയുന്നു അശ്വതി. തുടർന്ന് ഐശ്വര്യ അകത്തേക്ക് കയറി നോക്കാനുള്ള ഫയലെല്ലാം അശ്വതിയെ ഏൽപ്പിക്കുകയാണ്. അല്ല, ഗസ്റ്റ് ഹൗസിൽ നിൽക്കുമ്പോഴും നീ പർദ്ദ തന്നെയാണോ ഉപയോഗിക്കുന്നതെന്ന് ഐശ്വര്യ ചോദിക്കുമ്പോൾ അതേയെന്നും ഞാനന്ന് പറഞ്ഞില്ലായിരുന്നോ എൻ്റെ മുഖത്ത് തീപൊള്ളലേറ്റ കാര്യം? അതുകൊണ്ടാണെന്നും അശ്വതി പറയുന്നു. ഈ കണക്ക് ചെക്ക് ചെയ്ത് നാളെ ഓഫീസിലേക്ക് കൊണ്ടുവരണം, അർജന്റാണെന്ന് പറഞ്ഞ് ഐശ്വര്യ ഇറങ്ങാനൊരുങ്ങുമ്പോൾ അഖിലിന്റെ ഫോൺ റിങ് ചെയ്യുകയാണ്. ശബ്ദം കേട്ടുകൊണ്ട് ഐശ്വര്യ സംശയത്തോടെ അവിടെ തന്നെ നിൽക്കുന്നു. അകത്ത് ആരോ ഉണ്ടല്ലോ എന്ന് ഐശ്വര്യ പറയുമ്പോൾ ആരുമില്ലെന്ന് അശ്വതി പറയുന്നുണ്ട്. ഇല്ല, ആരോ ഉണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഐശ്വര്യ അകത്തേക്ക് കയറുകയാണ്. അപ്പോഴാണ് തന്റെ ഫോൺ അവിടെ സെറ്റിയിലിരിക്കുന്നത് അശ്വതി ശ്രദ്ധിക്കുന്നത്. ഐശ്വര്യ അഖിലും ശ്യാമയുമുള്ള മുറിയിലേക്ക് കയറാനൊരുങ്ങും. അശ്വതി പറയുകയാണ്, മേഡം, ദേ ഫോൺ ഇവിടെയായിരിക്കുന്നത്, അവിടെയല്ല. ഇത് കേൾക്കുന്ന ഐശ്വര്യ അങ്ങോട്ടേക്ക് ചെല്ലുന്നു. നീ പറഞ്ഞതൊന്നും ഞാനങ്ങനെ വിശ്വസിച്ചെന്ന് കരുതണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഐശ്വര്യ അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് അഖിലും ശ്യാമയും അശ്വതിയുടെ അടുത്തേക്ക് വരുമ്പോൾ അശ്വതി പറയുകയാണ്, എൻ്റെ ശ്യാമേ, ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ. പിന്നീട് കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. അശ്വതിയുടെയും ശ്യാമയുടെയും ഒത്തുകളിയെക്കുറിച്ച് പറയാനായി വരികയാണ് ആദി. വസുന്ധരയെ വിളിച്ചുകൊണ്ട് ആദി അകത്തേക്ക് കയറുമ്പോൾ കാര്യങ്ങളെല്ലാം തിരക്കുകയാണ്. ആദ്യേട്ടൻ ഇപ്പോൾ എല്ലാം അമ്മയോട് തുറന്നു പറഞ്ഞ് അശ്വതിയെ ഓഫീസിൽ നിന്നും മാറ്റിയാൽ പ്രശ്നങ്ങളെല്ലാം തീരുമെന്നാണോ ആദ്യേട്ടൻ കരുതുന്നത്? വേണമെങ്കിൽ ഇതിൻ്റെ ദേഷ്യത്തിനെ അരുൺ വേണമെങ്കിൽ നേരിട്ട് തന്നെ അശ്വതിയെ ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ടുവരും. അതുമാത്രമല്ല, ഇപ്പോൾ ശ്രീകുട്ടിയുമായിട്ട് അമ്മ നല്ല സ്നേഹത്തിലാ. ആ സ്നേഹം നമ്മളായിട്ട് കളയണ്ട. ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ ഒരു പരിഹാരമാണ് ഇപ്പോൾ വേണ്ടത്. ആദ്യേട്ടൻ അതിനെക്കുറിച്ച് ആലോചിക്കാൻ അമൃത പറയുന്നു. പിന്നീട് കാണിക്കുന്നത് വസുന്ധരയും വർമ്മയും ആദിയും അരുണും കൂടിയിരുന്ന് ഓഫീസിലെ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നതാണ്. ഐശ്വര്യ കാരണം കമ്പനിക്ക് കോടികളാണ് നഷ്ടമുണ്ടായത്. അഖി ഇനി ഓഫീസിലേക്ക് വരാതെ കമ്പനി തിരികെ ലാഭത്തിലേക്ക് വരില്ലെന്ന് വർമ്മയും ആദിയും അരുണും ഒരേപോലെ പറയുകയാണ്. ആദ്യം ഐശ്വര്യ സ്ഥാനത്തുനിന്ന് മാറ്റണം, എങ്കിലേ കമ്പനിക്ക് ലാഭമുണ്ടാവുകയുള്ളെന്ന് അരുൺ പറയുന്നു. തുടർന്ന് വർമ്മ പറയുകയാണ്, കമ്പനിയെ രക്ഷിക്കാൻ ഇനി വസുവിനെ കൊണ്ട് മാത്രമേ സാധിക്കൂ. നീ സ്നേഹത്തോടെ വിളിച്ചാൽ അഖി എന്താണെങ്കിലും വരും. വസുവും ഞാനും കൂടി പോകുന്നു, അഖിയെ വിളിക്കുന്നു, അത്ര തന്നെ എന്ന് വർമ്മ പറയുമ്പോൾ വസു ചോദിക്കുകയാണ്, ഞാൻ വിളിച്ച അഖി വരുമോ?
പിന്നീട് കാണിക്കുന്നത് ശ്യാമയുടെ വീടാണ്. അച്ഛാ, ഞാനും അഖിസാറും കൂടി ഒരു തീരുമാനമെടുത്തു. അപ്പുവിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പിന്നെ 50 ലക്ഷം രൂപയാണ് ഉള്ളത്. ആ പൈസ അച്ഛന് തരാമെന്നാ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അതെന്തിനാ മോനെ എനിക്കെന്ന് വാസുദേവൻ ചോദിക്കുമ്പോൾ അഖിൽ പറയുകയാണ്, അച്ഛൻ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടാൽ മതി. ആ ഇൻട്രസ്റ്റ് വെച്ച് വീട്ടിലെ കാര്യങ്ങളെല്ലാം നടന്നു പോകുമല്ലോ. തുടർന്ന് വാസുദേവൻ പറയുകയാണ്, ബാങ്കിൽ കിടന്നാൽ ഇൻട്രസ്റ്റ് കിട്ടും, ശരി തന്നെ. പക്ഷേ മോന് അത് വെച്ചൊരു ബിസിനസ് ചെയ്തൂടെ? ഇത് കേൾക്കുന്ന ശ്യാമ പറയുകയാണ്, ഞാനും പറഞ്ഞതാച്ചാ, പക്ഷേ അഖിൽ സാറിനൊരു താല്പര്യമില്ല. മോനെ, ശ്യാമയ്ക്ക് ഈ തുക കിട്ടാൻ കാരണം തന്നെ മോനാണ്. മോന്റെ പ്രോത്സാഹനം ഒന്നുകൊണ്ട് മാത്രമാ ശ്യാമ മത്സരത്തിൽ ജയിച്ചതും. അതുകൊണ്ട് തന്നെ മോൻ ഈ കാര്യത്തിൽ ഒരു മടിയും കാണിക്കണ്ടെന്ന് വാസുദേവൻ പറയുമ്പോൾ ഇത് കേട്ട് പുഞ്ചിരിയോടെ നിൽക്കുകയാണ് ശ്യാമ. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.